ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു. ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കേരള മുസ്ലിം വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ അവകാശവാദമായി ഒരു കൂട്ടം രംഗപ്രവേശനം ചെയ്ത അടിസ്ഥാനത്തിലാണല്ലോ നാം ഈ വിഷയങ്ങളുടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നാം നടക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, കേരള മുസ്ലിം ആർജിച്ചെടുത്ത മതവൈജ്ഞാനിക വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിച്ച മഹാപ്രസ്ഥാനമാണല്ലോ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. എന്നാൽ ഈ അടുത്ത കാലത്ത് കേരള മുസ്ലിം ആർജിച്ചെടുത്ത വൈജ്ഞാനിക പുരോഗതിയുടെ അവകാശവാദമായി ചില വിദൈവികടഞ്ഞവാകൾ രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, AD 628 കേരളീയ മണ്ണിലേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോൾ മഖ്ദൂമിമാർ മുസ്ലിംമാരാക്കിയ പണ്ഡിത പ്രതിഭകൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും സംസ്ഥയുടെ ഉന്നത നേതാക്കന്മാരായിരുന്ന ചിലരെ. അതിൽ പ്രധാനികളാണ് നമ്മുടെ പാകിലു അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി അഗ്രകേസരികൾ. ആ മഖ്ദൂമിയൻ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ജാമിഅനൂരേക്കും അതുപോലെ തന്നെ വെല്ലൂരിലെ ബാക്കിയാത്ത് സ്വാലിഹാത്ത് സ്ഥാപിക്കപ്പെടുന്നതും. അതേ പാരമ്പര്യത്തിന്റെ തുടർച്ച തന്നെയാണ് 1986 MM ബഷീർ മുസ്ലിയുടെയും യുബാപ്പുട്ടി ഹാജിയുടെയും കർമ്മനൈര്യത്തിന്റെ ഫലമായി കെട്ടിപ്പടുത്തുയർത്തിയ വെള്ളക്കൊട്ടാരം ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും. അന്ന് അവിടെ തുടങ്ങിയത് മതപഠനത്തിന്റെ വൈവില്ലാത്ത ഒരു പ്രതിരോധത്തിന്റെ വിപ്ലവമായിരുന്നത്. അന്ന് തുടങ്ങി ഈ സമൂഹത്തിന്റെ അടിവേരിൽ നിന്നും ആ വെള്ളവും എല്ലാം ആർജിച്ചെടുത്തുകൊണ്ട് മതത്തിന്റെ ഉന്മൂലനത്തിന് വേണ്ടി നിൽക്കുന്നവരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സ്നേഹത്തിന്റെയും സംസ്കാരികത്തിന്റെയും തുടക്കമായിരുന്നു. ആ തുടക്കത്തിൽ സാംസ്കാരിക വിപ്ലവത്തിന് ദിശാസൂചികയായിരുന്നത് സമസ്ത കേരള ഉലമ എന്ന മഹാപണ്ഡിത സഭയാണ്. പ്രിയമുള്ളവരെ, 1951 വടകര സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിക്കപ്പെടുകയും തുടർന്ന് 43 മദ്രസകളിൽ നിന്ന് തുടങ്ങി 10,000 മദ്രസകൾ വരെ നിൽക്കുന്ന ഇന്നത്തെ സമസ്തയുടെ മദ്രസകൾ എല്ലാം സമസ്ത എന്ന പ്രസ്ഥാനത്തിന് മാത്രം അർഹിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. 1924 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തുടങ്ങി ഇന്ന് വളരെ വിപ്ലവമായി നിൽക്കുന്ന ഇസ്ലാമിൽ ഉലൂം പോലത്തെ ഒരു സ്ഥാപനം സ്ഥാപിച്ചു കാണിക്കാൻ ഇത്തരം നവോത്ഥാനവാദികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കാലം ചോദിക്കേണ്ടത് തന്നെയാണ്. ഇന്ന് ആ വിദ്യാഭ്യാസ പടയോട്ടം കേരളം കടന്ന് ആൻഡമാൻ ദ്വീപുകളിലും ലക്ഷദ്വീപുകളിലും അതിർത്തികൾ കടന്ന് ഒമാനും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലെയും ഉള്ളിലൂടെ ആ വിപ്ലവം കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 17,000 ബിരുദധാരികളും 20,000 പഠിതാക്കളും ഉൾക്കൊള്ളുന്ന ഒരു മഹാവിദ്യാഭ്യാസ പ്രസ്ഥാനം എന്നതിനപ്പുറം സമസ്ത ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സമസ്ത നമുക്ക് നൽകുന്ന പല കാര്യങ്ങൾ എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കേരളത്തിൽ മുസ്ലിം എത്തിയ സമയത്തുള്ള ഈ അവസ്ഥയെ മാറ്റിയെടുത്ത് വിജ്ഞാനിക രൂപത്തിൽ വളരെയധികം പടുത്തുയർത്തിയ സമസ്തയുടെ പങ്ക് എന്നുള്ളത്. ഒരു വൈജ്ഞാനിക ഇടത്തിന് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് സാമൂഹികപരമായും എല്ലാ രീതിയിലും സമസ്ത ഈ ലോകത്ത് ഈ കേരളീയ മണ്ണിൽ പടുത്തുയർത്തിയ ഒരു വിപ്ലവമുണ്ട്. ആ വിദ്യാഭ്യാസ വിപ്ലവമാണ് നാം ഇന്ന് കാണുന്ന കേരള മുസ്ലിമിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഊർജ്ജം എന്നുള്ളത്. ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന് കീഴിൽ അടിയുയർത്തി പ്രവർത്തിക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.